വളരെ സിമ്പിളായിട്ടുള്ളൊരു മീൻ കറി വെക്കാം. അപ്പോൾ ഞാനിവിടെ ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, അതിലേക്ക് കുറച്ച് മാങ്ങ, പിന്നെ അല്പം മല്ലിപ്പൊടി, അല്പം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് വെള്ളം ഇതൊഴിച്ച് നന്നായി ഇളക്കി നമുക്ക് ഇത് സ്റ്റൗവിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ അത് വെന്തിട്ടുണ്ട്. ഇവിടെ 1 കിലോ മീൻ ആണിത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. ഇത് മുഴുവൻ ഞാൻ ഇടുന്നില്ല, ഒരു 1/2 കിലോ മീനോളം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചെമ്പല്ലി മീനാണ് ഇത് വാങ്ങിച്ചിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളകും കൂടെ വിതറി കൊടുക്കുകയാണ്. കാരണം ഇത് അധികം മസാലയൊന്നും ഇല്ലാതെ ഉണ്ടാക്കുകയാണ്. ഇനി നമുക്ക് ആവശ്യത്തിന് ഈ മീൻ വേകാനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് നന്നായി ഇളക്കി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം മീനൊരു 6-7 മിനിറ്റ് ആയപ്പോഴത്തേക്ക് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ 1 ഗ്ലാസ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ കോക്കനട്ട് പൗഡറാണ് എടുത്തിരിക്കുന്നത്. തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വേണമെങ്കിലും നമുക്ക് ഒഴിക്കാം. ഇത് കുട്ടികൾക്ക് വേണമെങ്കിലും ഒക്കെ കൂട്ടാം. നല്ല സ്വാദുള്ള കറിയാണ്. അതായത് ഒരുപാട് മസാലയൊന്നും ചേർത്തിട്ടില്ല, മുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല, പക്ഷെങ്കിൽ ആവശ്യത്തിനുള്ള എരിയും ഒക്കെ ഉണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തിടാം. ഉള്ളിയും മുളകും ഉലുവയും കൂടെ വറുത്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മീൻ കറിയാണിത്. നല്ല സ്വാദാണ്. സാധാരണ മുളക് കറിയൊക്കെ ആയിരിക്കും കൂടുതൽ ആൾക്കാർക്കും ഇഷ്ടം, പക്ഷേ ഇതും കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ.